പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് ഫണ്ട് തരണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻ ചാർജും അതുപോലെ ഒരു 30,000 സർവീസ് ചാർജും തരണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ശരി, ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾ 30,000 തന്നിട്ടുണ്ടല്ലോ. അത് ഇവർക്കാണ് കൊടുത്തത്, ഇവർ ഏജൻറ്റാണ്. അപ്പം ഞങ്ങൾ പാർട്ടിയാണ് എന്ന് പറഞ്ഞു. അവസാനം അവർ ഇയാളെ വെട്ടിയിട്ട് ഇയാളുടെ കാർഡ് നമുക്ക് തരാണ്. കാർഡ് തന്നു കഴിയുമ്പോൾ അത് കൺസൾട്ടൻ്റാണ്. അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടുള്ള എഗ്രിമെൻറ്റുകളെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഓരോ കമ്പനികളുടെ ലിസ്റ്റുകളാണ് ഞങ്ങൾക്ക് തന്നത്. പക്ഷെ ഇവരായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾ പറയാം, ഞങ്ങൾ ആലോചിക്കട്ടെ. അതിന് 2 ലക്ഷം രൂപ ആദ്യം കൊടുക്കണമല്ലോ, പിന്നെ 30,000 വേറെയും കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ നേരെയാവോ ഇല്ല എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങളത് കാരണം കൊണ്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ സുഹൃത്തും തിരിച്ച് നമ്മുടെ തൃശ്ശൂർക്ക് വണ്ടി കയറാണ്. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി. ഈ ട്രെയിനിൽ ഞങ്ങൾ തൽക്കാലം ടിക്കറ്റ് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങളുടെ ഗൂഗിൾ പേ വർക്കാവുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ പേ വേറൊരാളെ വിളിച്ച് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് വരുമ്പോഴേക്കും ഞങ്ങളുടെ ഒരു ടിക്കറ്റിന് 3,400 രൂപ വിലയായി. ചെന്നൈയിൽ നിന്ന് 1,100 രൂപ വരൻ്റെ അടുത്ത് 3,400 2 ടിക്കറ്റ് എടുത്തിട്ടാണ് പ്രീമിയം തൽക്കാലം വെറും അരമണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ പൈസ പോയത്. 2,400 രൂപ വെച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ആ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യാണ്, ചെന്നൈയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ഫൈനാൻസുകാർ പിടിച്ചിട്ടോ വരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളോ, ഭയങ്കര ഉടായ്പാണ് കേട്ടോ. ഞങ്ങളവിടെ കൊണ്ടുവന്ന് ചാടിച്ചത് ഗോവിന്ദമേനോനാണ്. ഗോവിന്ദമേനോൻ ഇപ്പോൾ ഇതിലൊന്നും അറിയണില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വന്നതെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ്, ഏതാണ്, നടക്കണ കാര്യമാണോ പറ്റിക്കലാണോ, എന്തായാലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കച്ചവടമൊന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ചെന്നൈ വന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വല്ലവരും നമ്മുടെ അടുത്ത് പറയുമ്പോൾ പറയാലോ, ഞങ്ങളിതൊക്കെ കണ്ടും കേട്ടുമൊക്കെ അവസാനിപ്പിച്ച് വന്നതാണ്, അതുകൊണ്ട് പോകുന്നതെന്നുള്ളൂ. നേരെയാവുന്ന ഞങ്ങൾക്ക് 90% പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇവർ നാളെ ഞങ്ങളുടെ നമ്പർ മേടിച്ചിട്ടുണ്ട് ആ പാർട്ടി. ഇനി വിളിക്കുമോ തരുമോ ഒന്നും ഞങ്ങൾക്കറിയില്ല. എന്നിട്ടായാലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വീണ്ടും ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടാ അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പലരും സാമ്പത്തിക പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അത് മുതലാക്കിയിട്ട് ഈ തമിഴ്നാട് ലോബി നമ്മുടെ മലയാളികൾ പലരും പെട്ടു പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ 15 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം കൊടുത്തിട്ടൊക്കെയാണ് നിൽക്കുന്നത് നമ്മുടെ ഈ പരിപാടികളിൽ. ഈ തമിഴ്നാട് ഫണ്ട്, DMK ഫണ്ട്, ആന, കുതിര, ഒട്ടകം, മയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും എളുപ്പം കൊണ്ട് നടക്കണതല്ല. നിങ്ങൾ ഓടിച്ചാടി കാശൊന്നും കൊടുക്കരുത്. അപ്പോൾ ഇവരൊക്കെ ഉടായ്പിൻ്റെ പരിപാടികളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ മലയാളികൾ തന്നെ, വ്യാപാരികൾ തന്നെ നമ്മളെ ചതിക്കാൻ വേണ്ടി ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അവരോ ചതിയിൽ പെട്ടു. ഇനി മറ്റുള്ളവരെയും കൂടിയും അതിൽ പെടുത്താൻ വേണ്ടി നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാം. അപ്പോൾ നിങ്ങളത് കാരണം കൊണ്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.